തിരിച്ചു. ശേഷം ഷോൾഡർ റൊട്ടേഷൻ. തിരിച്ചു. അടുത്തതായി ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, എൽബോ ജോയിന്റ്. Next one, wrist. Fingers. ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ ഇത് ചെയ്യാതെ ആ ഹിപ്പിലേക്ക് മാത്രം ശ്രദ്ധിച്ച് സൈഡ്, ഫോർവേഡ്, സൈഡ് ആൻഡ് ബാക്ക്, ആ രീതിയിൽ വളരെ സാധാരണ റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ചു. എക്സലേഷൻ ചെയ്തു എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സ്റ്റാർട്ട്. ശ്വാസം എടുത്തു എന്നുള്ളത് കൈകൊള്ളാം. ഇതിൽ എത്ര പേര് 10-ന് താഴെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തു? നമ്മുടെ സുരേഷേട്ടനൊരു വലിയ കൈകേറ്റ് കൊടുക്കണം. 5 അദ്ദേഹം ചെയ്തത്. അതായത് മോസ്റ്റ് ഗ്രൗണ്ടഡ് ബ്രീത്തിങ്. അപ്പൊ ആമയുടെ ആയുസ് ഞാൻ നേരിടുന്നു. നമ്മളുടെ ആമയും മയിലിന്റെ കഥ അറിയാമല്ലോ. ആമ പതുക്കെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം മൊയിൽ വേഗം ചാടി അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ആമയെ വളരെ ദീർഘമായിട്ടാണ് ശ്വാസം എടുക്കുകയും പിടിച്ചത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ശ്വാസം. അപ്പം നമ്മൾ ഒത്തിരി യോഗ അഭ്യാസങ്ങളെക്കാൾ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ബ്രത്തിലാണ്. സോ ആ ബ്രത്താണ് നിങ്ങളുടെ ലൈഫ് സ്പാൻ നിർണ്ണയിക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാല് രണ്ടും ഗ്രൗണ്ടഡ് ആയിട്ടിരുന്ന് നടു നിവർത്തിയിരുന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കൈയ്യ്, വലത് കൈയ്യ് നെഞ്ചിലേക്ക് വെക്കുക, ഇടത് കൈയ്യ് നമ്മുടെ വയറിലേക്ക് വെക്കുക. ആദ്യം തന്നെ ഭൂമിദേവിയോട് നമ്മൾ നന്ദി പറയുക, നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക, എനിക്ക് ഈ ഒരു ദിവസം തന്നതിന്. അതുകൂടാതെ ഞാൻ എത്ര നന്നായിട്ടാണ് ഞാൻ ശ്വാസം എടുക്കുന്നത്, എൻ്റെ ഹൃദയമെടുപ്പ് എത്ര മനോഹരമാണ്, ഞാൻ എത്ര എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ദിവസം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സമ്മർദ്ദമുണ്ടെങ്കിൽ അത് നിങ്ങൾ 2 കൈയും വളരെ സാവധാനം നിങ്ങളുടെ വയറിലേക്ക് വളരെ സാവധാനം കൊണ്ടുവന്ന് ഈ ശ്വാസം നമ്മുടെ വയറിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഫ്ലോട്ട് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ വരത്തക്ക രീതിയിൽ ശ്വാസം മുമ്പോട്ടും പുറകോട്ടും വളരെ ലൈറ്റായിട്ട് എല്ലാവരും